വീട്ടിലുണ്ടാകുന്ന വഴക്കുകൾ വാസ്തുദോഷം മൂലമാണോ എന്ന് ചോദിച്ചാൽ പല വഴക്കുകളും വാസ്തുദോഷം മൂലം ഉണ്ടാകാം. അത് ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ പറയാം. ഒരു വീടിനെ സംബന്ധിച്ചിടത്തോളം ആ വീട്ടിലെ ഭാര്യയും ഭർത്താവും തങ്ങളിൽ അഭിപ്രായ വ്യത്യാസങ്ങളും കലഹങ്ങളും ഉണ്ടെങ്കിൽ അത് വാസ്തുദോഷം മൂലമാണെങ്കിൽ ആ വീടിന്റെ കന്നിമൂല ഭാഗത്ത് എന്തെങ്കിലും തരത്തിലുള്ള ഒരു ദോഷം ഉണ്ടാകാം. ദോഷമെന്ന് പറയുമ്പോൾ കന്നിമൂല ഭാഗം വീട് പണിഞ്ഞപ്പോൾ അത്ര ആ ഒരു മൂല വിട്ടിട്ട് പണി ചെയ്തിട്ടുണ്ടായിരിക്കുകയോ അല്ലെങ്കിൽ കന്നിമൂല ഭാഗത്തൊരു കിണറോ ബോർവെല്ലോ അല്ലെങ്കിൽ ഒരു സംഭവം ഉണ്ടായിരിക്കുകയോ അതല്ലെങ്കിൽ കന്നിമൂല ഭാഗത്തൊരു സെപ്റ്റിക് ടാങ്ക് ഉണ്ടായിരിക്കുകയോ ചെയ്താലും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാം. അതുപോലെ തന്നെ കന്നിമൂല എന്ന് പറയുന്ന 45 ഡിഗ്രിക്കകത്ത് ടോയ്ലറ്റ് വന്നാലും വീട്ടിൽ കലഹങ്ങൾ ഉണ്ടാവാം. അവിടെ കിച്ചൺ വന്നാലും വീട്ടിൽ കലഹങ്ങൾ ഉണ്ടാവാം. അപ്പോൾ ഈ കന്നിമൂല എന്ന് പറയുന്ന തെക്ക് പടിഞ്ഞാറ് മൂലയിൽ സൗത്ത് വെസ്റ്റ് കോർണറിൽ ഇത്തരത്തിലുള്ള എന്തെങ്കിലും തരത്തിലുള്ള ഒരു നെഗറ്റീവ് വന്നിട്ടുണ്ടെങ്കിൽ വീട്ടിൽ ഭാര്യയും ഭർത്താവും നിങ്ങൾ അഭിപ്രായ വ്യത്യാസങ്ങളും കലഹം ഡൈവേഴ്സ് എന്നിവയ്ക്കുള്ള സാധ്യതയുണ്ടെന്ന് ഫെങ്ഷുയിൽ പറയുന്നുണ്ട്. അത് കലഹത്തിൻ്റെ ഉള്ള ഒരു കാരണം. ഇനി അത് കഴിഞ്ഞിട്ട് മറ്റൊരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ നമ്മൾ എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലൊരു ഫ്ലൈങ് സ്റ്റാർ നമ്പർ ഉണ്ട്. ഫ്ലൈങ് സ്റ്റാർ നമ്പർ എന്ന് പറയുമ്പോൾ നമ്മളൊരു വീട് വെച്ചപ്പോഴത്തേക്ക് ഇത് നമ്മളുടെ ഒരു വീടാണെന്ന് കരുതുക. ഈ വീടിനെ ഫെങ്ഷുയുടെ ചില കണക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് 9 തിരിക്കാനായിട്ട് സാധിക്കും. ഈ ഒരു മെത്തേഡ് അല്ല അതിന് സ്വീകരിക്കുന്നത്, മറ്റൊരു മെത്തേഡാണ്. നിങ്ങൾക്ക് മനസ്സിലാകുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു മെത്തേഡ് വരച്ച് കാണിക്കുന്നത്. ഇതിൽ നമുക്ക് 8 ദിക്കുകൾ, തെക്ക് നേരെ ഓപ്പോസിറ്റ് വടക്ക്, പടിഞ്ഞാറ് നേരെ ഓപ്പോസിറ്റ് കിഴക്ക്, തെക്ക് പടിഞ്ഞാറ് അടുത്ത കോർണർ വടക്ക് പടിഞ്ഞാറ് വായുകോൺ നോർത്ത് വെസ്റ്റ്, വടക്ക് കിഴക്ക് ഈശാന കോൺ നോർത്ത് ഈസ്റ്റ്, തെക്ക് കിഴക്ക് അഗ്നികോൺ. അങ്ങനെ 4 മൂലകളും 4 ദിക്കുകളും 8 ദിക്കും ഒരു ബ്രഹ്മസ്ഥാനം. ഇപ്പോൾ നമ്മൾ ആര് വീട് വെച്ചു അല്ലെങ്കിൽ ലോകത്ത് എവിടെ വീട് വെച്ചാലും, ഒരു വീടായാലും ഒരു ബിൽഡിംഗ് ആയാലും ഒരു എന്ത് സ്ഥാപനമായാലും വെക്കുമ്പോൾ ഇതിൻ്റെ 8 ദിക്കുകളിലായിട്ട് നമുക്ക് 8 ദിക്കിലും ബ്രഹ്മസ്ഥാനത്തുമായിട്ട് 2 നക്ഷത്രങ്ങൾ വീതം വന്നിട്ടുണ്ട്. നക്ഷത്രങ്ങൾ യഥാവിധി ഇങ്ങനെയാണ്. ഞാനൊരു ഉദാഹരണം പറയുന്നതാണ്. 9-7 ഇവിടെ വന്നിട്ട് ഒരു 5-2, ഇവിടെ വന്നിട്ട് ഒരു 7-9, ഇവിടെ 3-4, ഇവിടെ 2-5, ഇവിടെ വന്നിട്ട് 6-1, ഇവിടെ 4-3, ഇവിടെ വന്നിട്ട് 8-8, ഇവിടെ 1-6. ഇതൊരു ഫ്ലൈങ് സ്റ്റാർ നമ്പറാണ്. ഒരു വീടിൻ്റെ ഫ്ലൈങ് സ്റ്റാർ നമ്പറാണ് ഇത്. അപ്പം ഈ ഫ്ലൈങ് സ്റ്റാർ നമ്പർ ആ വീടിൻ്റെ കണക്കുകൾ വെച്ചിട്ട് നമുക്ക് കിട്ടി. ഇത് അവരുടെ വീടിൻ്റെ പ്ലാനിലേക്ക് എടുത്ത് സൂപ്പർ ഇമ്പോസ് ചെയ്തു. അപ്പോൾ അതിൻ്റെ ഓരോ ദിക്കുകളിലും നമ്മളുടെ ഇതുപോലെ തിരിച്ചിട്ട് ഈ നമ്പറുകൾ അതാത് സ്ഥലങ്ങളിൽ എടുത്തെഴുതിയപ്പോൾ ഇപ്പം നമ്മൾ കലഹത്തിൻ്റെ കാര്യമാണ് സംസാരിച്ചുകൊണ്ട് വരുന്നത്. ഇത് പടിഞ്ഞാറ് വശത്തെ ഒരു ബെഡ്റൂം ആണെന്ന് കരുതുക. ഇത് പടിഞ്ഞാറ് വന്നിരിക്കുന്ന സ്റ്റാറാണ്. 3ഉം 4ഉം ഇവിടെ നമുക്കൊരു ബെഡ്റൂം ആണെന്ന് കരുതുക. ഇവിടെ ഈ വീട്ടിലെ ഗൃഹനാഥനും ഗൃഹനാഥയും കിടക്കുന്നു എന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ ഈ റൂമിനകത്ത് കലഹമുണ്ട്. ഇത് ഗൃഹനാഥൻ കിടന്നാലും കുട്ടികൾ കിടന്നാലും മുതിർന്നവർ കിടന്നാലും ഈ റൂമിനകത്ത് ആര് കിടന്നാലും ഈ റൂമിനകത്ത് വഴക്കുണ്ടാവും. ഈ റൂമിനകത്ത് വഴക്കുണ്ടാവുന്നല്ല, ഈ റൂമിലുള്ളവർ വഴക്കുണ്ടാക്കുകയോ അവരിലേക്ക് വഴക്ക് വന്നു ചേരുകയോ ചെയ്യും. കാരണം ഇതിനകത്ത് നിൽക്കുന്നത് ഒരു കലഹത്തിന്റെ എനർജിയാണ്. അപ്പോൾ ഈ 9 ദിക്കുകളിലും ഓരോ എനർജികൾ നിൽപ്പുണ്ട്. അതിൽ പടിഞ്ഞാറ് വശത്ത് നിൽക്കുന്ന എനർജി എന്താണ്? കലഹത്തിന്റെ എനർജിയാണ്. എന്നും പറഞ്ഞ് എല്ലാ വീടിന്റെയും പടിഞ്ഞാറ് ഭാഗത്ത് കലഹത്തിന്റെ എനർജിയാണോ നിൽക്കുന്നത്? അല്ല, ഇത് കലഹത്തിന്റെ എനർജിയാണ് ഇവിടെ നിൽക്കുന്നത്. ഈ സ്റ്റാറിനെ വെച്ചിട്ടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഈ റൂമിൽ കിടക്കുകയാണെങ്കിൽ കലഹം ഉണ്ടാവും. ഇനി ഈ വീടിനെ സംബന്ധിച്ചിടത്തോളം കലഹത്തിനുള്ള മറ്റൊരു കാര്യം, ഒരു കാര്യം ഞാൻ പറഞ്ഞു, കന്നിമൂലയുടെ പ്രശ്നം പറഞ്ഞു. അത് കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ ഫ്ലൈങ് സ്റ്റാറിലേക്ക് വന്നിട്ട് ഈ 3-4 കോമ്പിനേഷനിലെ കലഹത്തിന്റെ കാര്യം പറഞ്ഞത്. ഇനി ഈ വീടിനെ സംബന്ധിച്ചിടത്തോളം ഈ വീടിന്റെ കിഴക്ക് ഭാഗത്ത്, വടക്ക് കിഴക്ക് ഭാഗത്താണ് ഈ വീടിന്റെ പ്രധാന വാതിൽ എന്ന് കരുതുക. ഈ വീട്ടിലും കേസും വഴക്കും കലഹങ്ങളും ഭയങ്കരമായിരിക്കും. കാരണം ഈ 2 സ്ഥലങ്ങളിലും നിൽക്കുന്ന സ്റ്റാർ എന്ന് പറയുന്നത് കലഹത്തിന്റെയും കേസിന്റെയും ഒക്കെ ഒരു സ്റ്റാർ ആയിട്ടാണ് ഇതിനെ കണക്കാക്കുന്നത്. അപ്പം ഇത്തരം സ്ഥലങ്ങളിൽ നിൽക്കുന്ന എനർജി കുറച്ച് മോശം എനർജിയാണ്. അപ്പോൾ അത്തരത്തിലുള്ള സംഭവങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ നമ്മളുടെ ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു വീട്ടിൽ കലഹത്തിന്റെ കാരണങ്ങൾ വാസ്തുദോഷം മൂലമാണോ? വാസ്തുദോഷം മൂലവും കലഹം ഉണ്ടാവാം. അതിൻ്റെ 3 കാരണങ്ങൾ ഇതാണ്. ഇനി ഒരു കാര്യം കൂടെ പറയാം. ഈ 2 നമ്പറുകൾ വീട് വെച്ചപ്പം വന്നതാണ്, അതിന് ഒരിക്കലും പോകില്ല. ഇതല്ലാതെ കലഹത്തിനുള്ള ഒരു കാര്യം കൂടെയുണ്ട്. 2025
2025 ഫെബ്രുവരി 4 മുതൽ 2026 ഫെബ്രുവരി 3 വരെയുള്ള ഒരു വർഷക്കാലത്ത് വന്നിരിക്കുന്ന ആനുവൽ സ്റ്റാർ എന്ന് പറഞ്ഞാൽ ഈ ഫ്ലൈങ് സ്റ്റാർ നമ്പറുകൾ കൂടാതെ വർഷാവർഷം ഒരു നക്ഷത്രം കൂടെ ഇതിൻ്റെ കൂടെ കടന്നു വരുന്നുണ്ട്. ഈ വർഷം 3 എന്ന് പറയുന്ന നക്ഷത്രം വന്നിരിക്കുന്നത് ഈ പറയുന്ന വടക്ക് പടിഞ്ഞാറ് ഭാഗത്താണ് 3 വന്നിരിക്കുന്നത്. അപ്പം വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് പ്രധാന വാതിലുള്ളവർക്കോ വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ബെഡ്റൂം ഉള്ളവർക്കോ ഈ വർഷം കലഹം കൂടും. ഇനി ഈ കലഹങ്ങൾ മാറാൻ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വടക്ക് പടിഞ്ഞാറ് ഭാഗത്തൊരു 4 സ്ക്വയർ ഫീറ്റിന്റെ റെഡ് മാറ്റ് എടുക്കുക. ഇവിടെ ഒരു ഫയർ ബോളോ വെക്കുക, അല്ലെങ്കിൽ 4 സ്ക്വയർ ഫീറ്റിന്റെ റെഡ് മാറ്റ് എടുക്കുക. ഇനി കന്നിമൂലയിലെ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാൻ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കന്നിമൂല ഭാഗത്ത് ഒരു റെഡ് ലൈറ്റ് പുറത്തു കൊടുക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ഫംഗ്ഷയുടെ ചില ടൂളുകളിലേക്ക് പോകാം. ഇതൊരു ലാഫിൻ ബുദ്ധയാണ്. ലാഫിൻ ബുദ്ധയുടെ പല മോഡലുകളുണ്ട്. ഇത് ട്രാവലിംഗ് ബുദ്ധ എന്നാണ്. ഒരുപാട് പ്രോസ്പെരിറ്റികളുള്ള ഒരു നല്ല ബുദ്ധയാണ്. ഇന്നപ്പോഴത്തേക്ക് നമ്മൾ എത്ര വീടുകൾ ചെയ്തിട്ടുണ്ടോ അതിൽ 99% വീടുകളിലും ഇത്തരത്തിലുള്ള ട്രാവലിംഗ് ബുദ്ധയാണ് വെച്ചിരിക്കുന്നത്. ഇത് പല അളവിലുണ്ട്. ഇതിന്റെ വലുതുണ്ട്, അതിലും വലുതുണ്ട്. ഇതിപ്പോൾ ഒരു 12,000-12,000 രൂപ വരെ വിലയുള്ള വലിയ ട്രാവലിംഗ് ബുദ്ധകൾ ഉണ്ട്. മറ്റത് വെക്കാവുന്ന ഒരു പ്രധാന ടൂൾ എന്ന് പറയുന്നത് 3 ലെഗ്ഡ് ഫ്രോഗ് ആണ്. 3 കാലുള്ള ഒരു തവള എല്ലാ സൗഭാഗ്യങ്ങളും സമ്പത്തുമായിട്ട് നമ്മുടെ വീടിനുള്ളിലേക്ക് കടന്നു വരുന്ന രീതിയിൽ 3 ലെഗ്ഡ് ഫ്രോഗിനെ നമുക്ക് വീട്ടിൽ വെക്കാവുന്നതാണ്. ഇത് സ്ഥാപനങ്ങളിലും വെക്കാം, ഓഫീസുകളിലും ഒക്കെ വെക്കാം. അടുത്തത് ലക്കി ബാമ്പു സ്വീകരണമുറിയുടെ സൗത്ത് ഈസ്റ്റ് ഭാഗത്ത് വെക്കാം. ഇനി അരോന മത്സ്യം വെക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വീകരണമുറിയുടെ വടക്ക് ഭാഗത്തോ അല്ലെങ്കിൽ സ്വീകരണമുറിയുടെ തെക്ക് കിഴക്ക് ഭാഗത്തോ നമുക്ക് അരോന മത്സ്യം വെക്കാവുന്നതാണ്. ഇനി വിക്ടറി ഹോഴ്സ്, നമ്മുടെ കാര്യങ്ങൾക്ക് വിജയം ഉണ്ടാവാനും പേരും പ്രശസ്തിയും പെരുമയും ഉണ്ടാവാനും വേണ്ടിയിട്ട് വിക്ടറി ഹോഴ്സിനെ വാങ്ങിച്ചിട്ട് സ്വീകരണമുറിയുടെ സൗത്ത് വശത്ത് വെക്കാവുന്നതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഓരോ ടൂളുകൾ ഉപയോഗിച്ച് നോക്കൂ. നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് വിജയങ്ങൾ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്തേ.